ഇന്ന് വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകി കേട്ടോ. ഇന്നലെ രാത്രി വീഡിയോ ചെയ്തിട്ടില്ല. പേടിച്ചിട്ട് കാലുമുട്ട് ഇങ്ങനെ കൂട്ടിയടിച്ചിട്ടേ ഒളിക്കണ്ടേ. ഒളിക്കാൻ വേണ്ടിട്ട് ഒരു മാളം തെരഞ്ഞു പോയതാ. ഒരു മാളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ അറിയോ? വീടിന്റെ ഉമ്മറ തന്നെ. വേറെ പട്ട പോയി ഒളിക്കാൻ. നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും ബായി. എവിടെയും പോകുന്നില്ല. സത്യസന്ധമായി തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. ആർക്കാ കുരു പൊട്ടണ വെച്ചാൽ കുരു പൊട്ടട്ടെ അല്ലേ. ഇവിടെ വലിയൊരു കോമഡി പറഞ്ഞുതരാം കേട്ടോ. യൂട്യൂബിൽ ഫുള്ള് നമുക്ക് സപ്പോർട്ടാണേ. എന്നാൽ ഫേസ്ബുക്കിന്റെ അവസ്ഥ അറിയോ? എന്റെ പൊന്നേ, കുറെ അമ്മച്ചിമാര് വന്ന് പ്രാവി പ്രാവി ശപിച്ച് കർമ്മ റിട്ടേൺ തേങ്ങാക്കൊല മാങ്ങാത്തൊലി എന്തൊക്കെയാണെന്ന് അറിയോ ഫേസ്ബുക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നേ. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫേസ്ബുക്ക് ഫുള്ള് കുറെ അമ്മായിമാര് അമ്മാവന്മാരാണ് എന്നുള്ളത്. ചില കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. മെസ്സഞ്ചർ വഴി കൊലവിളികളും പ്രാക്കും കൂടോത്രവും എന്റെ പൊന്നേ, നിങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു പോയി കേട്ടോ, സമ്മതിച്ചു പോയി. ഒരാളങ്ങ് കരഞ്ഞു കാണിച്ചാൽ ഉടനെ തന്നെ അതിലേക്ക് അങ്ങ് വിഴണം. ഒരാണ് കരഞ്ഞു കാണിച്ചാ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഒന്ന് വായോ, എനിക്കെതിരെ കേസ് കൊടുത്ത് അമ്മച്ചി, സത്യം വിളിച്ചു പറഞ്ഞതിന് എനിക്കെതിരെ കേസ് കൊടുത്ത്. സപ്പോർട്ട് ചെയ്യടാ. വരൂല, ഒരെണ്ണം വരില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ കേട്ടാ. നമ്മളെന്തായാലും കൂലിപ്പണിയൊക്കെ എടുത്തിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും വരാനൊന്നുമില്ല. പക്ഷെ ചില ആളുകൾ കുറെ നുണകളും പറഞ്ഞ് കുറെ നുണക്കാര്യങ്ങളൊക്കെ പോസ്റ്ററും വെച്ച് അതിങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് നല്ല റീച്ചും നല്ല സപ്പോർട്ടും ആണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ ബിറ്റു സ്റ്റോക്ക് അറിയില്ലേ? ബിറ്റു സ്റ്റോക്സ് കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോന്റെ ഒരു പ്രസ്തുത ഭാഗം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. രേണുവിന്റെ മരുന്ന് തന്നെയാണ് വിഷയം. ഹലോ ഫാർമസി അല്ലേ? മാഡം, നമ്മുടെ കാർഡ് BPL ആണേ. അപ്പൊ നമുക്ക് ഈ ഫെസ്കോ 300 mg എത്ര രൂപയാണ്? 600 mg എത്ര? നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് അവിടെ അവൈലബിൾ അല്ല. നമ്മൾ ഔട്ട്സൈഡ് സോഴ്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? അതെ. റേറ്റ് എത്ര വരുന്നത്? നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര? അറിയില്ല. നമുക്ക് ഇല്ലാത്ത സാധനമായോണ്ടേ അറിയത്തില്ല. ഓക്കെ, മരുന്ന് ആ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇല്ല കേട്ടോ. ഏതാ മെഡിക്കൽ സ്റ്റോർ എന്ന് ഞാൻ പറയുന്നില്ല. ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. വിളിച്ചു ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അവസാനം റിസീവർ എടുത്ത് മാറ്റി വെക്കേണ്ട അവസ്ഥ പോലും എത്തി എന്നുള്ളതാണ്. അത്രക്ക് പേടിച്ചവര് കേട്ടോ. നിരന്തരമായിട്ട് ഒരു ബില്ലിൽ കാണുന്ന നമ്പറിലേക്ക് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെടുക്കുന്ന പോലുമില്ല. എന്താ അതൊന്ന് എടുത്താല്? എന്തുകൊണ്ടാണ് ആ മരുന്നും കാരുണ്യ പദ്ധതിയിൽ വരാത്തതെന്നൊക്കെ ചോദിക്കാനല്ലേ അത് എടുക്കുന്നില്ല. എന്തായാലും ബിച്ചുവിന് പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ കണ്ടെത്തിയ ആ ഒരു കണ്ടെത്തലിലേക്ക് നമുക്ക് കിടക്കാം, നിങ്ങൾ കാത്തിരിക്കുന്നതിലേക്ക്. അതായത് ഈ പെസ്കോ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ആണ് കീമോയ്ക്ക് തൊട്ട് മുമ്പ് 6 കീമോയ്ക്ക് ഓരോ കീമോയ്ക്കും 2 ലക്ഷത്തി സംതിങ് രൂപ വെച്ച് ചെലവാക്കുന്നത്. ഈ നാട്ടിൽ ഗവൺമെന്റ് ഒന്നും ഇല്ലൂടെ? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതുപോലെ ഒരു രോഗം വരുമ്പോൾ അവരെന്തോ ചെയ്യും? അവരെങ്ങനെ സർവൈവ് ചെയ്യും? അവരെങ്ങനെ സർവൈവ് ചെയ്യും? 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേണം അവർ 6 കീമോ അല്ലെങ്കിൽ 8 കീമോ നീണ്ടു പോകുമ്പോൾ അത്രയും രൂപ ചെലവാക്കിയിട്ടാണ് അവർ നിൽക്കാറുണ്ട്. അവരെന്തോ ചെയ്യും? ഇതിനൊരു തീർപ്പില്ലേ? നമുക്ക് ഈ ഗവൺമെന്റ് തന്നിട്ടുള്ള ഈ BPL കാർഡ് അല്ലെങ്കിൽ മഞ്ഞ കാർഡ്, ബിലോ പ്രോവർട്ടി ലെവൽ എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഇവർക്കൊന്നും ഒരു ആനുകൂല്യമില്ല. എനിക്ക് ചോദിക്കുന്നത്, ഇവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഒരു ആനുകൂല്യമില്ലേ? കറക്റ്റ് ആ ബില്ലിലുള്ള 2 ലക്ഷത്തി സംതിങ് രൂപ ഡേറ്റ് വിലയാണോ ഇതിനകത്ത് പോയിട്ടുള്ളത്? കാരണം എനിക്ക് ആ ഒരു ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു ഇന്റൻഷൻ താങ്കളിൽ എന്തോ തെറ്റുപറ്റി. 54,700 ചില്ലറ രൂപ അതില് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് തികച്ചും സൗജന്യമായി കിട്ടാത്തത് എന്നുള്ളതാണ് ചോദ്യം. എവിടെ നിന്നാണ് അത് കിട്ടുക എന്ന് ചേച്ചി ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചേച്ചിക്കുള്ള മറുപടി തരാം, ബാക്കി പറപ്പിച്ചോ. ആ ഒരു ഇന്റൻഷനകത്ത് എന്താണ്? രേണുവിന്റെ രോഗം ഭേദപ്പെടണം. അതിനോടൊപ്പം രേണുവിനെ പോലെ തന്നെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കാതെ തന്നെ സർവൈവ് ചെയ്ത് മുന്നോട്ട് തന്നെ വരണം. അല്ലാതെ ഒരാളെ മാത്രം കയറ്റിയെടുത്ത് പറയുമല്ലോ, എല്ലാവരും അതുപോലെ വരണം. അപ്പൊ ഇങ്ങനെ ഒരു ബിൽ എമൗണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഒബ്വിയസ്ലി ഈ ഒരു സാധനത്തിന് അത്ര എമൗണ്ട് അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ അറിയാൻ ഒരു ആഗ്രഹം വരുമല്ലോ. ഈ ആഗ്രഹത്തിന് തുറമുത്തിട്ടാണ് നിങ്ങൾ ആദ്യം കണ്ട വോയിസിലേക്ക് ഞാൻ പോയത്. പോയ സമയത്ത് ഈ പറയുന്ന പെക്സോ ഈ ഒറ്റ മരുന്ന്, അതായത് 2 മരുന്നിന്റെ ജോയിൻ ആണെന്നാണ് എനിക്ക് അതിനകത്ത് അറിയാൻ സാധിച്ചത്. പെട്രോസെമാനും ടെട്രോസെമാനും 2 സാധനം. അപ്പം എനിക്കത് അറിയാൻ സാധിച്ചത് ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മെഡിസിൻ ഇന്ന സ്ഥലത്തില്ലെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതായത് ആ കിടന്നിട്ടുള്ള ലൈസൻസ് ഉള്ള ബില്ല് എവിടെയാണോ ആ സ്ഥലത്ത് ഇത് രണ്ടും കൂടെ ചെയ്തിട്ടുള്ള സാധനം അവർ സെല്ല് ചെയ്തിട്ടില്ല. അത് ഔട്ട്സൈഡ് സെല്ലാണ്, നമുക്കറിയത്തില്ല. പക്ഷേ ഈ ബില്ല് അങ്ങനെ വന്ന് എനിക്കറിയത്തില്ല എന്തോ സംഭവം, എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓർമ്മിക്കാനായിട്ടാ, എനിക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരിക്കലും മേ ബി ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് ഒരുപാട് സാധാരണക്കാർക്കും ഇതുപോലെ ഈ രോഗത്തോ വെല്ലുവിളിയായിട്ടിരിക്കുന്നവർക്കും ഡേ ബൈ ഡേ നിങ്ങൾക്ക് അറിയാലോ, ഡേ ബൈ ഡേ ഇതുപോലുള്ള ഒരു കേസ് ഓരോ സ്ഥലത്തും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഫേസ് ഫെമിലിയാരിറ്റി ഉള്ള ഒരു വ്യക്തിയാരാണ്? രേണുസുതി. പെട്ടെന്ന് ഈ ഒരു രോഗത്തെക്കുറിച്ച് അറിയുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് പോകുന്നത് രേണുസുതി ബെയർ ചെയ്ത എക്സ്പെൻസ് എത്രയായിരിക്കും, ആ സർവൈവ് ചെയ്ത രീതി എത്രയായിരിക്കും. തീർച്ചയായിട്ടും വലിയൊരു ചോദ്യമാണ് ബിച്ചു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്.
ഈ മരുന്ന് അവിടെ നിന്നല്ലേ അപ്പൊ കിട്ടിയത് എന്നുള്ള മാന്യമായിട്ടുള്ള ഒരു സംശയം മാത്രമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ പുറത്തു നിന്നാണോ വാങ്ങിയത്, പിന്നെ എന്തുകൊണ്ട് ഈ ബില്ല് ഇങ്ങനെ വന്നു? ഓക്കെ, സംശയങ്ങൾ പല ആളുകൾക്കും പല രീതിയിലാണെന്നുള്ളതാണ്. ഞാൻ ആ ബില്ലിലുള്ള നമ്പറിലേക്ക് കോൾ ചെയ്തു, ഫോൺ എടുക്കുന്നില്ല. കുറെ ട്രൈ ചെയ്ത് നടന്നില്ല. പിന്നീട് ഞാൻ അങ്ങോട്ട് നിരന്തരമായിട്ട് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ തസ്തികകൾ അലങ്കരിക്കുന്ന ഒരുപാട് ഗവൺമെന്റ് ജീവനക്കാരെ വിളിക്കുകയാണ്. ഓരോ ജീവനക്കാരെ വിളിച്ചു. തിരുവനന്തപുരം ഹെൽത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ പേര് കറക്റ്റ് തന്നെ പറഞ്ഞുതരാം, തെറ്റണ്ടല്ലോ. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി തിരുവനന്തപുരം, അവിടെ നിന്ന് വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് മലപ്പുറം ജില്ലയിലെ ജിനേഷ് SH DPC മലപ്പുറം, അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് തരികയാണ്. അദ്ദേഹത്തിനെയും ഞാൻ വിളിച്ചു. അങ്ങനെ ഓരോ ആളുകളെ വിളിച്ചു. അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരുന്നുകൾ എന്നല്ല, ഏത് മരുന്നാണെന്നുണ്ടെങ്കിലും കാരുണ്യ പദ്ധതിയിൽ പെടുത്താൻ കഴിയുന്നതാണോ അല്ലയോ എന്നുള്ളത് അതത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ, ഒരാളും ഫോൺ എടുക്കുന്നില്ല. ഭയങ്കര വലിയ അനാസ്ഥയാണ് അതെന്നുള്ളതാണ്. കേരള ആരോഗ്യമന്ത്രി ഇതിൽ ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. എൻക്വയറികൾക്കാണ് ആളുകൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം മരുന്നുകൾ കാരുണ്യ പദ്ധതിയിൽ വരാത്തത് എന്നുള്ള ഒരു മാന്യമായിട്ടുള്ള സംശയം, ആ സംശയം തീർക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. നിരന്തരമായി ക്യാൻസർ പേഷ്യൻസ് നമുക്ക് വോയിസും കാര്യങ്ങളും അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് എന്നുള്ളതാണ്. ഞാൻ അന്വേഷിക്കുന്നു, ഒരുപാട് അന്വേഷിക്കുന്നു. അവസാനം എന്റെ അന്വേഷണങ്ങൾ എത്തി നിന്നത് എന്തിലാണെന്നല്ലേ, കാണിച്ചു തരാം, വായിച്ചു തരാം കേട്ടാ. അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് 2.5 ലക്ഷത്തോളം വില വരുന്ന ഫെസ്കോ ഇഞ്ചക്ഷൻ കാരുണ്യ പദ്ധതി വഴി പൂർണ്ണമായി സൗജന്യമായി വാങ്ങാൻ കൃത്യമായ ചില ഔദ്യോഗിക നടപടികളുണ്ട്. സ്റ്റെപ്പ് 1 ഓങ്കോളജി ഡോക്ടറുടെ കുറിപ്പടിയും പ്രോട്ടോകോളും, അതായത് കീമോ പ്രോട്ടോകോൾ. ആദ്യം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വിഭാഗം ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടറെ കണ്ട് പരിശോധനകൾ പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയതിനു ശേഷമാണ് കേട്ടോ രോഗിക്ക് HER2 പോസിറ്റീവ് ആണെന്നും ഫെസ്കോ ഇഞ്ചക്ഷൻ ആവശ്യമാണെന്നും ഡോക്ടർ തീരുമാനിച്ചാൽ ഡോക്ടർ അതിനുള്ള പ്രത്യേക ചികിത്സാ പ്രോട്ടോകോൾ എഴുതി ഒപ്പിടും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇന്നതാണ് സ്ഥിരീകരിക്കുന്നത്, അതിൽ ഡോക്ടറുടെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കണം. ഓക്കെ, രേണുവിന്റെ ആ ഒരു കാര്യം കഴിഞ്ഞതാണ്. സ്റ്റേജിനെ കുറിച്ചിട്ട് പോലും നമ്മൾക്ക് ഇപ്പൊ അറിയാമെന്നുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും രേണുവിന്റെ അസുഖം എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. എന്താണ് HER2 പോസിറ്റീവ് എന്ന് വച്ചാൽ എന്ന് പോലും ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ്, റേഷൻ കാർഡും KASP ഇൻഷുറൻസ് കാർഡും. ഇതുവരെ KASP ഇൻഷുറൻസ് കാർഡോ മെഡിക്കൽ കാർഡോ എടുക്കുക, ദയവ് ചെയ്ത് അതത് സ്ഥാപനങ്ങളെ കാണുക, അത് നേടിയെടുക്കുക. അക്ഷയയിൽ പോവുക, പേപ്പർ വാങ്ങുക, അത് ചെയ്യുക തന്നെ വേണം. നമുക്കൊന്നും അസുഖങ്ങൾ വരില്ല എന്നൊന്നും വിചാരിച്ച് ആരും ഇരിക്കല്ലേ. വരാൻ സാധ്യത 99% എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത് റേഷൻ കാർഡും KASP ഇൻഷുറൻസ് കാർഡും എടുക്കുക. രോഗിക്ക് സൗജന്യ ചികിത്സ ലഭിക്കാൻ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കാർഡ് ആവശ്യമാണ്. മഞ്ഞയോ പിങ്കോ റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം നേരിട്ട് ലഭ്യമാണ്. വെള്ളയോ നീലോ കാർഡുള്ളവരാണെങ്കിൽ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് അക്ഷയ കേന്ദ്രം വഴി KASP അല്ലെങ്കിൽ കാരുണ്യ ഫണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് നേടാമെന്നുള്ളതാണ്. അപ്പോ അത്ര വരുമാനത്തിൽ കൂടുതലാണ് എന്തായാലും രേണുവിന്റെ. അത് അവര് പെരുപ്പിച്ച് കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ പോലും എന്തായാലും അടുത്ത ജനുവരിയിലാണ് ഇനി റേഷൻ കാർഡ് മാറ്റില്ല നടക്കുള്ളൂ. അതിനിടയിൽ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടാവുന്നത് കിട്ടും. അത്രയേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് 3 പറയാൻ പോവാണേ. പ്രീ ഓതറേഷൻ ഡെസ്ക്. ഡോക്ടർ തന്ന മരുന്നിന്റെ കുറിപ്പടിയും കീമോ പ്രോട്ടോകോൾ ഷീറ്റ്, KASP കാർഡും റേഷൻ കാർഡും ആധാർ കാർഡും സംഹിതം മെഡിക്കൽ കോളേജിലെ KASP ഹെൽപ്പ് ഡെസ്കിൽ ആശുപത്രിയിലെ കൗണ്ടറിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. എല്ലാ RCC ആശുപത്രികളിലും അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും കേട്ടോ. അവിടെ നമ്മളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവും കേട്ടോ. അദ്ദേഹത്തിന് നിങ്ങൾ കാണുക തന്നെ വേണം. അദ്ദേഹം കണ്ടിട്ട് നിങ്ങളെ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പരാതിയും കൊടുക്കണം കേട്ടോ. ഈ വില കൂടിയ മരുന്ന് സൗജന്യമായി നൽകുന്നതിനായി അവിടുത്തെ സ്കീം കൗൺസിലർമാർ ഓൺലൈൻ വഴി സർക്കാരിലേക്ക് പ്രീ ഓതറൈസേഷൻ അപേക്ഷ അയക്കും. വില കൂടിയ മരുന്നായതിനാൽ സർക്കാർ ഇതിന് പ്രത്യേക അനുമതി പോലും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കേട്ടില്ലേ? ഇതിന് കാലതാമസം ഉണ്ടെന്ന് സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഈ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. കീമോ തുടങ്ങുന്ന സമയത്തിന് മുൻപും അവർക്ക് സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളത് കൃത്യമായി അറിയുന്ന ആളുകളുമായി സമീപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് സൗജന്യമായി കിട്ടിയിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോ സഹായിക്കാൻ ഒരുപാട് ഇപ്പൊ വാസവൻ സാറൊക്കെയാണോ വീടിന് എന്തോ വിഷയം വന്ന സമയത്ത് സഹായിച്ചതല്ലേ, അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പൊളിറ്റീഷ്യന്മാരുണ്ട് ഇതിൽ ഇടപെടൽ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോ അവർ മുഖാന്തരം തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഇനിയും കാലതാമസം ഒന്നുമില്ല. നിങ്ങൾ ഇപ്പൊ ചികിത്സ നടത്തിയ ബില്ലുകൾ കയ്യിൽ വെക്കുക. അത് ഇപ്പൊ സായി പറഞ്ഞു വളരെ ചുക്കിച്ചുളുങ്ങിയ അവസ്ഥയിലാണ് അവരുടെ ബില്ലൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് 4 കരുണ കോർപ്പസ് ഫണ്ട് അനുമതി.
സാധാരണ KASP ഇൻഷുറൻസ് വഴി വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയാണ് സൗജന്യ ചികിത്സ ലഭിക്കുക. എന്നാൽ ഫെസ്കോ പോലുള്ള മരുന്നുകൾക്ക് ഒരു തവണ തന്നെ 2 ലക്ഷത്തിലധികം രൂപയാകും. 5 ലക്ഷത്തിന്റെ ഈ പരിധി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് വഴി പ്രത്യേകമായി കരുണ കോർപ്പസ് ഫണ്ട് അനുമതി അപേക്ഷിക്കും. ക്യാൻസർ രോഗികൾക്ക് എത്ര ലക്ഷം രൂപയുടെ മരുന്നായാലും ഈ പ്രത്യേക അനുമതി വഴി സൗജന്യമായി ലഭിക്കാൻ അർഹതയുണ്ട് എന്നുള്ളതാണ്. അതായത് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടന്റ് ആണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്തേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മെഡിക്കൽ സൂപ്രണ്ടന്റിന് അതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെയുള്ള ആളുകളാണ് പരിശോധിക്കേണ്ടത്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി നൽകിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുള്ളതാണ്. സ്റ്റെപ്പ് 5, ഇൻഹൌസ് ഡ്രഗ് ബാങ്ക് അല്ലെങ്കിൽ സർക്കാർ ഫാർമസി വഴി മരുന്ന് കൈപ്പറ്റൽ. ഇവിടെ നിന്നാണ് ഇപ്പൊ അവർ മരുന്ന് വാങ്ങിയിട്ടുള്ളത്. എന്നാൽ അവിടെ നിന്നല്ല മരുന്ന് കിട്ടിയതെന്ന രീതിയിൽ ബിച്ചുവിന്റെ ഒരു വോയിസ് ഒരു വീഡിയോ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ഫോണൊന്നും എടുക്കുന്നില്ല. ഫ്രീ ഓതറൈസേഷൻ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണയായി 1-2 ദിവസത്തിനകം അല്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ അതിവേഗം ഇത് ലഭിക്കും. ഇവർ പറയുന്നത് ഒരുപാട് ദിവസം വരുന്ന സായിയാണ് പറയുന്നത്. ഒരുപാട് ദിവസം വരും, അതുകൊണ്ടാണ് അങ്ങനെ ശ്രമിക്കാതിരുന്നതെന്ന് വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് അറിയില്ല തോന്നുന്നേ. അനുമതി പത്രവുമായി മെഡിക്കൽ കോളേജിനുള്ളിലെ ഇൻഹൌസ് ഡ്രഗ് ബാങ്ക് ഫാർമസിയിലോ അല്ലെങ്കിൽ കാരുണ്യ അമൃത് ഫാർമസിയിലോ ചെല്ലുക. അവിടെ നിന്ന് ഈ മരുന്ന് രോഗിക്ക് 1 രൂപ പോലും കയ്യിൽ നിന്ന് വാങ്ങാതെ തികച്ചും സൗജന്യമായിട്ട് നൽകും. ഇതിന്റെ ബില്ല് സർക്കാർ നേരിട്ട് ഈ ഫാർമസിക്ക് നൽകിക്കൊള്ളും. അപ്പൊ ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ഡാറ്റ. ഈ ഡാറ്റയിൽ വ്യക്തമായിട്ട് ഫെസ്കോ 600/600 mg ആ മരുന്നാണ് ഇവർ വാങ്ങിയിട്ടുള്ളത്. 2 മരുന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഇന്ത്യൻ പതിപ്പിന് ഇത്രയും വില വരുന്നില്ല എന്നാ പറയുന്നത്. ഞാൻ വേണമെങ്കിൽ സായിയുടെ വീഡിയോയിൽ കിടക്കുന്ന ആ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അവരൊരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് നീ അവിടെ പ്ലേ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇപ്പം ഇപ്പൊ രേണുസുധിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് 2 ലക്ഷം രൂപ പുറത്ത് മരുന്നിനാകുമെന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ച് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഞാൻ ആശുപത്രിയിലാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. പക്ഷേ നമ്മൾക്ക് ആ പെട്രോസുമാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ പുറത്തുനിന്നാണ് എടുക്കുന്നത്. അതിന് ഫുൾ ഡോസിന് 4 ലക്ഷത്തിൽ പുറത്ത് റേറ്റ് ഉണ്ട്. കൂടാതെ നമ്മൾ പിന്നെ എടുക്കുന്നത് സെക്കൻഡ് ഡോസ് ആയിട്ട് എടുക്കുന്നത് 420 മില്ലിയാണ്. അതിന് തന്നെ 2 ലക്ഷം രൂപ പുറത്തുണ്ട്. പിന്നെ അത് ഇന്ത്യയിലെ മരുന്നായി, ഇന്ത്യയിലും അതിന്റെ ഇത് നമ്മൾക്ക് കിട്ടും. അതാണെങ്കിൽ 60,000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. 57,000 സംതിങ് ആവുന്നുണ്ട്. പക്ഷെ അത് 420 മില്ലി മാത്രമേ ഉള്ളൂ. 2 ഡോസിന് അതിന്റെ ഇരട്ടിയാകും, 1,20,000 രൂപയാകും. പക്ഷെ അതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 18 എണ്ണം ഉള്ളതിനകത്ത് 9 എണ്ണം അവര് പൈസ കൊടുത്തിട്ടും 9 എണ്ണം ഫ്രീ ആയിട്ടും കിട്ടും. ഇത് കറക്റ്റ് RCCയിൽ നമുക്ക് കിട്ടത്തില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, RCCയിൽ ഈ മരുന്ന് കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടില്ല? എന്തുകൊണ്ട് ഇവിടെയുള്ള പൊതുപ്രവർത്തകരോ എന്തുകൊണ്ട് ഇവിടെയുള്ള ആരോഗ്യമന്ത്രി ഇതിൽ ഇടപെടൽ നടത്തുന്നില്ല? സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. രേണുവിന് ഈ മരുന്ന് എന്തുകൊണ്ട് തികച്ചും സൗജന്യമായി കിട്ടുന്നില്ല? ഇപ്പോഴും ChatGPTയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഇടപെടൽ നടത്തേണ്ടത് ആരാണ്? പൊതുപ്രവർത്തകരുടെ ഇടപെടൽ മൂലം മരുന്നിന്റെ വില കുറഞ്ഞു. 54,000 ചില്ലറ രൂപ കുറച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ട് ഇത്രയും ഭീമമായ ഒരു തുക സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ കഴിയില്ല? അതുകൊണ്ട് ഇതൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമാക്കുകയും കഴിയുന്നതിലും വേഗത്തിൽ അവർക്ക് ആ മരുന്ന് നൽകുവാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്. നമ്മൾ ഇപ്പോഴും പഴയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഇവിടെയുള്ള ക്യാൻസർ പേഷ്യൻസിന് തെറ്റായ സന്ദേശങ്ങൾ ഇനിയും നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് രേണുസുധി ശ്രദ്ധിക്കുക എന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ എന്തായാലും മൊബൈൽ ഫോൺ വാങ്ങി വെച്ചു. ആ ഒരു വീഡിയോ വന്നതോട് കൂടിയിട്ടാണ് അവർ ആ മൊബൈൽ ആ തട്ടത്ത് വെച്ചത് കൃത്യമായ ആളുകൾ കണ്ടു, അത് ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ മനസ്സിലായി ഇനി വന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, അത് അവസാനിച്ചു എന്നുള്ളതാണ്. എന്നിരുന്നാലും ആ ബില്ലിൽ പറയുന്ന മരുന്നിന്റെ വില എന്തുകൊണ്ട് കുറഞ്ഞു കിട്ടുന്നില്ല, എന്തുകൊണ്ട് കാരുണ്യ പദ്ധതിയുടെ ഭാഗമാകുന്നില്ല എന്ന് അന്വേഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. കാരണം നിരന്തരമായിട്ട് ക്യാൻസർ പേഷ്യൻസിന് നമ്മളെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. സഹോദര, എന്തുകൊണ്ടാണ് അതിന് കാരുണ്യ പദ്ധതിയിലേക്ക് പെടുത്താത്തത്? അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മരുന്നാണ് എന്നും അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മരുന്നാണ് എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതും ഇവിടെയുള്ള പൊതുപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതും ഇവിടെയുള്ള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരാളെ തകർത്ത് തരിപ്പണാക്കാനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. ഒരാൾ നിമിത്തമായിരിക്കും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രേണു നിമിത്തം ഇതാ HER2 പോസിറ്റീവ് ഇത്രക്ക് മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് എന്നും ഇതിനെതാ ഇത്ര വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് ആരുടെ മുന്നിലേക്ക് എത്തിക്കണോ അവരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുള്ളതാ. ആ സമയത്താണ് ഫേസ്ബുക്കിൽ കുറെ ബോധമില്ലാത്ത ആളുകൾ കിടന്നിട്ട് കുരയ്ക്കാൻ വരുന്നത്.
നിങ്ങൾ കുരയ്ക്കുന്നതിന് മുൻപ് എന്താണ് ആ കണ്ടന്റ് എന്ന് നോക്കണം. ആ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഈ മരുന്നൊക്കെ കാരുണ്യ പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും ഇത് തികച്ചും സൗജന്യമായി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും അടുത്ത ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തെങ്കിലും ഇത്തരം മരുന്നുകളൊക്കെ സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഉറക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്ന ആളുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുവോ? മഴവെള്ളപ്പാച്ചിൽ നിങ്ങൾക്ക് മരം വെച്ചിട്ടൊന്നും തടുക്കാൻ കഴിയില്ല. അത് അതിന് മുകളിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും, ഇനിയും ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. നിങ്ങൾ കേസ് കൊടുത്തിട്ട് നമ്മളെ വായ അടപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള ചില കാര്യങ്ങൾ കൂടിയും പറയേണ്ടി വരും. നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ, ബിഷപ്പ് പറഞ്ഞതുപോലെ, ഓഹോ ബിഷപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഏതോ ഒരു വ്യക്തി വെച്ചു കൊടുത്ത വീട്ടിന് ഇപ്പോഴും വീട്ടു നമ്പർ കിട്ടിയില്ല എന്ന്, ആർക്കൊക്കെയോ കൈക്കൂലി കൊടുത്താലാണ് അത് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആർക്കോ ദാനം ചെയ്ത ഭൂമി അത് ആരുടെയോ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് എന്നുള്ള ഒരു കഥയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഭൂമി കേസിൽപ്പെട്ടതാണ് എന്നും അതിന്റെ കുറച്ച് ഡാറ്റകളും കൈ കിട്ടിയിട്ടുണ്ടോ, കേസ് നമ്പറും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു വീഡിയോയിൽ പറയാം. ഇനിയും കുരയ്ക്കുകയാണെങ്കിൽ പറയും. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇപ്പോൾ സൈനിങ് ഓഫ്.